നമസ്കാരം. സ്ത്രീകൾ അർദ്ധനഗ്നകളോ അല്പവസ്ത്രധാരികളോ ആയി പൊതുസ്ഥലത്ത് വന്നാൽ നാട്ടുകാർ ചുഴിഞ്ഞു നോക്കും. പ്രത്യേകിച്ച് സുന്ദരികളാണെങ്കിൽ. ഭാര്യയ്ക്ക് ബിക്കിനിയിട്ട് നടക്കാൻ കലശലായ മോഹം. ഭർത്താവിനിത് നാട്ടുകാർ കാണാതെ നടത്തുന്നതിൽ വിരോധമില്ല. പക്ഷെ എന്തു ചെയ്യും? പണ്ട് ഹനുമാൻ മൃതസഞ്ജീവനി എന്ന് തിരിച്ചറിയാതെ മരുത്വമല തന്നെ മൂടോടെ പിഴുതെടുത്ത് ലങ്കയ്ക്ക് കൊണ്ടുപോയി. അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണോ എന്നറിയില്ല, ഭാര്യയ്ക്ക് ബിക്കിനിയിട്ട് കടൽ തീരത്ത് കറങ്ങി നടക്കാൻ ഒരു ദ്വീപ് തന്നെ വാങ്ങി നൽകി ഭർത്താവ്. സംഗതി സ്വകാര്യം, ആരും കാണില്ല, ചുഴിഞ്ഞു നോക്കില്ല. അതിസമ്പന്നരായ വ്യക്തികളുടെ ജീവിതശൈലികൾ പലപ്പോഴും വ്യത്യസ്തമായിരിക്കും. ആഡംബരത്തിന്റെ അത്യുന്നതിയിലായിരിക്കും പലപ്പോഴും ഇവരുടെ ജീവിതം. ഇഷ്ടപ്പെട്ട വാഹനവും വീടും സ്ഥലവും ആഭരണങ്ങളുമൊക്കെ ഇത്തരത്തിൽ പൊന്നും വില കൊടുത്ത് വാങ്ങിക്കൊടുക്കുന്നവരാണ് ഇക്കൂട്ടർ. ഇപ്പോഴത്തെ തന്റെ ഭാര്യയ്ക്കായി ഒരു സ്വകാര്യ ദ്വീപ് തന്നെ വാങ്ങി നൽകിയിരിക്കുകയാണ് കോടീശ്വരനായ ഭർത്താവ്. ദുബായിലെ വ്യവസായി ജമാൽ അൽ നദ്ദയ്ക്കാണ് തന്റെ ബ്രിട്ടീഷ് വംശജയായ ഭാര്യ സൗദ് അൽ നദ്ദയ്ക്ക് കോടികൾ മുടക്കി ദ്വീപ് സ്വന്തമാക്കി കൊടുത്തത്. തന്റെ കോടീശ്വരനായ ഭർത്താവ് ഒരു സ്വകാര്യ ദ്വീപ് വാങ്ങിയെന്നും അതിനാൽ തനിക്കിനി സ്വകാര്യത്തോടെ സുരക്ഷിതമായി കടൽ തീരത്ത് സമയം ചെലവഴിക്കാമെന്നും നിലവിൽ ദുബായിൽ താമസിക്കുന്ന സൗദ് അൽ നദ്ദ പറഞ്ഞു. 26-കാരിയായ സൗദ് ദ്വീപിന്റെ ചിത്രം തന്റെ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചിട്ടുണ്ട്. തനിക്ക് ബിക്കിനി ധരിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നെന്നും അതിനാൽ തന്റെ കോടീശ്വരനായ ഭർത്താവ് ഒരു ദ്വീപ് തന്നെ വാങ്ങി നൽകി എന്ന ക്യാപ്ഷനോട് കൂടിയാണ് ദ്വീപിന്റെ വീഡിയോ സൗദ് പങ്കുവച്ചത്. താനൊരു മുഴുവൻ സമയം വീട്ടമ്മയാണെന്നും ദുബായിൽ പഠിക്കുന്ന സമയത്താണ് തന്റെ ഭർത്താവിനെ കണ്ടുമുട്ടിയതെന്നുമാണ് സൗദ് ഒരു അഭിമുഖത്തിൽ പറഞ്ഞത്. ഇരുവരും വിവാഹിതരായിട്ട് ഏകദേശം 3 വർഷത്തിലേറെയായി. ധനികയായ ഒരു വീട്ടമ്മ എന്നതിലുപരി സൗദ് ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ കൂടിയാണ്. ഇവരുടെ ഇൻസ്റ്റഗ്രാം, ടിക്ടോക്ക് അക്കൗണ്ടുകളിൽ പങ്കുവച്ചിരിക്കുന്ന വീഡിയോകൾ അവരുടെ ആഡംബര ജീവിതശൈലിയെ വ്യക്തമാക്കുന്നതാണ്. $1 മില്യൺ കൊടുത്ത് ഒരു ഡയമണ്ട് റിംഗ് തന്നെ വാങ്ങി നൽകിയതിന്റെ വീഡിയോയും സൗദ് ഇൻസ്റ്റഗ്രാമിൽ നേരത്തെ പങ്കുവച്ചിരുന്നു. ഒരു ആർട്ട് വർക്കിനായി $2 മില്യൺ നിക്ഷേപിച്ചതായും മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ദ്വീപ് സ്വന്തമാക്കിയതിന്റെ വീഡിയോ പങ്കുവെച്ച് അല്പസമയത്തിനകം തന്നെ 2.4 ദശലക്ഷത്തിലധികം പേരാണിത് കണ്ടത്. നിക്ഷേപത്തിനായി തങ്ങൾ കുറച്ചുകാലമായി ചെയ്യാൻ പോകുന്ന ഒന്നായിരുന്നു ഇതെന്നും ബീച്ചിൽ താൻ സുരക്ഷിതയായിരിക്കണമെന്ന് തന്റെ ഭർത്താവ് ആഗ്രഹിക്കുന്നതിനാലാണ് ഇങ്ങനെ ചെയ്തതുമെന്നുമാണ് അവർ അതിൽ പറഞ്ഞിരിക്കുന്നത്. അതേസമയം സ്വകാര്യതയുടെയും സുരക്ഷയുടെയും കാരണങ്ങളാൽ ദ്വീപിന്റെ കൃത്യമായ സ്ഥാനം വെളിപ്പെടുത്തിയിട്ടില്ല. എന്നാൽ $50 മില്യൺ ചെലവഴിച്ചാണ് ഈ ദ്വീപ് വാങ്ങിയതെന്നും ഏഷ്യയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നതെന്നുമാണ് ഇവർ അവകാശപ്പെടുന്നത്. അതേസമയം തന്റെ ആഡംബര ജീവിതശൈലിയുടെ പേരിൽ വിമർശനങ്ങളും സൗദ് ഏറെ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. സൗദിയുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് നിറയെ വിദേശത്തെ ആകർഷകമായ അവധി ദിനങ്ങൾ, ഫാൻസി ഡിന്നറുകൾ, ഡിസൈനർ ബോൾട്ടീക്കുകളിലെ ഷോപ്പിംഗ് തുടങ്ങിയവയെക്കുറിച്ചാണ് കാണിച്ചിരിക്കുന്നത്. ആഡംബരത്തിന്റെ മറ്റൊരു പേരായി മാറുകയാണോ സൗദ് എന്ന് പറയുന്നവരുമുണ്ട്. എന്തായാലും ഇവരെ വിമർശിച്ചും പിന്തുണച്ചും നിരവധി പേരാണ് രംഗത്തെത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ഈനാട് മലയാളം.